ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നജൂസ് വെൽനെസ് വേൾഡ്. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേസരി. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കേസരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സോഫ്റ്റാണ്. അപ്പം നമുക്ക് കേസരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് പഞ്ചസാരയും വെള്ളവും ഒക്കെ അളന്നെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് ഗ്ലാസ്സും ഇതിന് വേണ്ടി ഉപയോഗിക്കുക. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സോളം മധുരം എടുക്കുക. ഇനി ഇതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ 1 ഗ്ലാസ് പാലും 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പ്ലസ് 1/2 ഗ്ലാസ്സാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ മുഴുവനായിട്ട് പാലും അല്ലെങ്കിൽ മുഴുവനായിട്ട് വെള്ളവും ഉപയോഗിക്കുക. പാൽ ചേർക്കുന്നത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് വേണം. അതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് കേസരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തൊന്ന് വറുത്തെടുക്കുക. ഇനി കിസ്മിസ് വേണമെങ്കിൽ അതും എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്നാവുമ്പോൾ ഇതിൽ വറുത്ത് കോരാം. അപ്പോൾ തീയെ സ്ലിമ്മായി തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് റവ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വറുത്ത റവയാലും അല്ലെങ്കിൽ വറുക്കാത്ത റവയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഒന്നുകൂടി വറുത്തെടുക്കുന്നുണ്ട്. ഇത് സ്ലിമ്മിലിട്ട് ഒരു 3 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. സ്ലിമ്മിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കറക്റ്റ് 3 മിനിറ്റ് മതി. നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് പാലും അതേപോലെ വെള്ളവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്ര റവയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പ്ലസ് 1/2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ പാൽ മുഴുവനായിട്ട് പാലെടുത്താലും അല്ലെങ്കിൽ മുഴുവനായിട്ട് വെള്ളം എടുത്താലും കുഴപ്പമില്ല. പാൽ ചേർത്താൽ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാൽ ചേർക്കുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. സ്ലിമ്മിലിട്ടാൽ മതി. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കാൻ നോക്കുക. പറ്റുന്ന പോലെ കട്ടയൊക്കെ ഉടച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കട്ടയില്ലാതെ ആക്കുക. അപ്പോൾ ഇതാ കട്ടയില്ലാതെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ ഇതാ സ്ലിമ്മിൽ തന്നെ ഇട്ടാൽ മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇളക്കി കൊടുക്കുന്നത് നല്ല പ്രധാനമാണ്. അടി പിടിക്കുക, അല്ലെങ്കിൽ നല്ല പോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ലൂസായി വരും. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഒന്ന് കുറുകി വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി ഫുഡ് കളറ് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കളറ് ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്താലും നല്ലൊരു മഞ്ഞ കളറ് കിട്ടും. നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. കുറച്ച് നെയ്യ് ചേർത്താൽ മതി. കൂടുതലായ നെയ്യിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും.
ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മധുരത്തിൻ്റെ അളവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ പകുതിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഡെക്കറേഷന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ മനസ്സിലാകും. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ അതിന് ഞാൻ ഒരു പാത്രത്തിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് തേച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് വിട്ടിട്ടാനാണ്. എന്നിട്ട് ആ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഏത് ആകൃതിയിലാണ് നമുക്കിത് വേണ്ടത് ആ ആകൃതിയുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പാറ്റുല ഉപയോഗിച്ചിട്ടോ നമുക്കിത് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ചിട്ടായാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു പ്ലേറ്റ് വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ യൂസ് ചെയ്ത് സെറ്റാക്കാനൊക്കെ സ്റ്റീലിൻ്റെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വിട്ടിട്ടും. നെയ്യ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് പാത്രത്തിൽ. അപ്പോൾ ഇതാ ഇത് വിട്ട് വന്നിട്ടുണ്ട്. ഒരു കേക്കിൻ്റെ ആകൃതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെറി ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേസരി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അധികം സമയമൊന്നും വേണ്ട. തീയിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കാഷ്യും അതുപോലെ ചെറിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇപ്പം തന്നെ വേണമെങ്കിലും മുറിച്ച് കഴിക്കാം. ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി തണുപ്പ് കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റി ആകും. ഇനി ഇതേപോലെ മുറിച്ചെടുക്കുക. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഇത് കാണുമ്പോൾ തന്നെ എത്രത്തോളം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.